വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. ഇന്ന് മലബാറുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പല രീതിയിലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. ചൗവരി അല്ലെങ്കിൽ സാവുനരി എന്നൊക്കെ പറയുമല്ലോ, അത് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/4 കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചൗവരി നിങ്ങൾക്ക് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള പഴവും കാഷ്യൂവും റൈസിൻസും ഒക്കെ ഒന്ന് നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാഷ്യൂം റൈസിൻസൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നെയ്യിൻ്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു പഴം നമ്മൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ പഴുത്തിട്ടുള്ള പഴം എടുക്കുക കേട്ടോ. ഒരുപാട് പഴുത്ത് പോയത് എടുക്കരുത്, എന്നാൽ ആ ഒരു ചവർപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു പഴം എടുക്കരുത്. അത്യാവശ്യം ആ ഒരു പാകത്തിന് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു ചൗവരിയൊക്കെ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാതെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു പഴം നെയ്യിലൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ചൗവരി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ ഇതാ പഴമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചൗവരി വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. പഴം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ റൈസിൻസൊക്കെ അല്ലേ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഈ ഒരു പഴവും ചൗവരിയൊക്കെ വെന്തതിന് ശേഷം അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഈ ഒരു പഴം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ റൈസിൻസും കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചവ്വരി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 മുതൽ 1 ലിറ്റർ വരെ പാല് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു പാലൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കേണ്ട പഞ്ചസാരയും അതുപോലെ തന്നെ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ചേർത്ത് ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ പഴത്തിൻ്റെ മിക്സ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യൂം റൈസിൻസൊക്കെ അവസാനം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനെല്ലാം കൂടി ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ദാ ഈ ഒരു പഴമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലവണ്ണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയും നല്ലവണ്ണം ഒന്ന് കുറുകി വരണം കേട്ടോ, ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതൊന്ന് കുറുകിയിട്ട് വരട്ടെ. അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3-4 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏലക്കാപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പം ഞാനിവിടെ ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിലവർക്ക് ഈ ഒരു വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇനി വാനില എസൻസ് ചേർക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് അവസാനം ഇതിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്.
ഇത്രയും മതി കേട്ടോ കുറുകിയത്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കണം. ഇത്രയും കുറുകിയാൽ മതി. ഇത് തണുക്കുന്നതിനനുസരിച്ചിട്ട് ഒന്നും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാണ് പാകത്തിനുള്ള ആ ഒരു പരുവെന്ന് പറയണത്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പാൽവാഴക്കേൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയവരുണ്ടാവും. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.